ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹരി സാർ കൈ കൊടുங்க സാർ. സൂപ്പർ ആയിരിക്കും சார். எப்போதுமே நம்ம லைஃப்ல சங்கடம் தான். ஆனா இப்ப நீங்க பாருங்க, எல்லாரோட முகத்தும் ஒரு சிரிப்பு இருக்குது. ഉല്ലാസ പബ്ലിഷർ. ഹലോ. ആ ഹരി, പുസ്തകം കൈ കിട്ടിയോ? കിട്ടി. ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ. ആ, ഞാൻ എന്റെ സൗഹൃദ വലയങ്ങളിലേക്ക് ഒരു അന്വേഷണം നടത്തി. നല്ല അഭിപ്രായമാണ്. വരികളിലെ ഗ്രാമീണത എല്ലാരും എടുത്തു പറയുന്നുണ്ട്. തന്റെ ആരാധികയ്ക്ക് പുസ്തകം കിട്ടിയോ? നിത്യ എന്റെ അടുത്തുണ്ട്, ഞാൻ കൊടുക്കാം. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ പബ്ലിക്കേഷനെ ഇനി ഇങ്ങനെ ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുക. ഇനി ഇതുപോലെ ആരുടെങ്കിലും കൈകളില് അറിയപ്പെടാത്ത കവിതകളുടെ വിലയേറിയ വരികളുണ്ടെങ്കിൽ അതിങ്ങി വെളിച്ചം കാണിക്കാലോ. ആ, ഒന്ന് ഹരിക്ക് കൊടുക്കാവോ? ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. ആ, ഓക്കെ. ഹലോ. ആ ഹരി, വേറൊരു സർപ്രൈസ് ഉണ്ട്. പുസ്തകത്തിന്റെ കാര്യമാണ്. നമുക്കത് നേരിട്ടാണ് പറയാം. എന്നാലും എന്താ സർപ്രൈസ്? തൽക്കാലം പുസ്തകം ഇറങ്ങിയതിന്റെ സന്തോഷമൊക്കെ നടക്കട്ടെ. ഞാൻ വിളിച്ചോളാം. ശരി. എന്തോ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചപ്പോ ഒഴിഞ്ഞു മാറി. ഇനി വേറെന്തെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടോ അയാളെ? ഏയ്, അങ്ങനെയൊന്നുമില്ല. എന്താന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാനിത് എല്ലാവരും ഒന്ന് കാണിക്കട്ടെ. എനിക്ക് അമ്മാവനെ ഒന്ന് കാണിക്കണം. ഹരിശങ്കർ കവിതാ സമാഹാരം, മധുരനൊമ്പര കാറ്റ്. അതിന്റെ പടവും ഇതിലുണ്ട്. ഹരിശങ്കർ. നന്നായടാ. ഇതിങ്ങനെ കൈ പിടിക്കുമ്പോഴേ എന്റെ മനസ്സിലെ അഭിമാനത്തിന്റെ അളവെത്രയാണെന്ന് നിനക്കറിയോ? ഈ പുസ്തകം എഴുതിയത് ആരാ? ഇതെന്റെ മോനല്ലേ? ഇത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒന്നായി പോയി. ആ, എല്ലാത്തിന്റെയും കാരണം നിത്യ. എടാ, എനിക്ക് മുമ്പേ അറിയാമായിരുന്നു നിന്റെ ജീവിതത്തിലെ സന്തോഷം കൊണ്ടുവരുന്നത് നിത്യയായിരിക്കുമെന്ന്. അച്ഛാ, എന്റെ കയ്യില് പുസ്തകം തന്നില്ലല്ലോ. പിടിച്ചോ. നീ അതിന്റെ മുൻവശം ഒന്ന് വായിച്ച്. എന്തുവാ എഴുതിയേക്കുന്നേ? മധുരനൊമ്പരക്കാറ്റ്. ആ, അത് തന്നെ. അച്ഛാ, ഞാനൊരു ദിവസം സ്കൂളിൽ കൊണ്ടുപോയേ എന്റെ കൂട്ടുകാരികളെ കാണിക്കാനാ. ഓ, അവരുടെയൊക്കെ അച്ഛൻ എഴുത്തുകാരനല്ലല്ലോ. അപ്പൊ എനിക്കൊരു ക്രെഡിറ്റ് അല്ലേ അത്? നീ കണ്ടോടാ, കൊച്ചുപോലും ആഘോഷിക്കുക. ഈ
പുസ്തകം പുറത്തിറങ്ങുന്നതിന് വെളിച്ചം കാണുക എന്നൊക്കെ പറയാറില്ലേ? ആ അങ്ങനെയൊക്കെ പറയും. ആ ഇതത് തന്നെയാ. നമ്മുടെ രണ്ട് കുടുംബത്തിലുവേ കുറച്ച് ഇരുട്ടുണ്ടായിരുന്നു. അതിപ്പോ മാറി വെളിച്ചം കണ്ടു. പിരിയേണ്ടവരൊക്കെ പിരിഞ്ഞു. ഇനി ഒന്നിക്കേണ്ടവർ ഒന്നിക്കണം. എടാ മക്കളെ, നിന്റെ ഈ നേട്ടം നിന്നേക്കാൾ കൂടുതൽ ആഘോഷിക്കുന്നത് എനിക്ക് ഉറപ്പാ നിത്യമോളായിരിക്കും. ആ എടീ, കൊള്ളാം. നമ്മുടെ ഹരി ഇത്രയും കഴിവുള്ള ഒരാളാണെന്ന് സത്യം പറഞ്ഞ എനിക്കറിയില്ലായിരുന്നു. അതെ രഘുവേട്ട, ഹരിയുടെ കവിതകളെ കുറിച്ച് ഞാൻ കേട്ടതും വളരെ അടുത്താ. ഇവര് തമ്മില് കവിതകളാണല്ലോ കൈമാറ്റം. എന്തായാലും ഹരി സാർ കലക്കിട്ടെ. அம்மா, என்னோட ஊர்ல ஒரு கவிஞர்னு சொன்னா எவ்வளவு பெரிய ஆளும் தெரியுமா? ஆனா இங்க அந்த அளவுக்கு இல்லையே இல்லே. അതിനെന്താ ശരവണ, നീ ഇനി ഹരിയെ കാണുമ്പോഴേ പെരിയ ആളായിട്ട് തന്നെ കണ്ടോ, അപ്പൊ പ്രശ്നം തീർന്നില്ലേ? ആ ഹരി, தலைவரே வாங்க. ഹരി വാ, ഉட்காருங்க சார். ഇവിടെ ഇരിക്ക്. ഇരിക്കെ. ആ മാ വാ, ഇരിക്ക്. ഇരിക്ക്. உட்காருங்க சார். താൻ കലക്കി കളഞ്ഞല്ലോടോ. ഇത്രയും വലിയൊരു കവിയാണ് ഇവിടെ ഈ മൂലയില് ഒതുങ്ങി കഴിഞ്ഞിരുന്നത് അല്ലേ? അങ്ങനെ വലിപ്പമൊന്നും ഈ കവിതകൾക്കില്ലെങ്കിലേ. ഇപ്പോ ആർക്കും ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാവുന്നല്ലേ ഉള്ളൂ. സ്വന്തം കയ്യിൽ നിന്ന് കാശ് കൊടുത്തും പുസ്തകം പ്രസിദ്ധീകരിക്കുന്നവരുണ്ട്. പക്ഷേ കൊള്ളാവുന്ന ഒരു പബ്ലിഷർ ഈ കവിത തേടി വന്നില്ലേ? അപ്പൊ അത് ചെറിയ കാര്യമൊന്നും അല്ലല്ലോ. ஹரி சார் கை கொடுங்க சார். சூப்பரா இருக்கு சார். எப்போதுமே நம்ம லைஃப்ல சங்கடம் தான். ஆனா இப்ப நீங்க பாருங்க, எல்லாரோட முகத்தும் ஒரு சிரிப்பு இருக்குது. அதுக்கெல்லாம் காரணம் நீங்க தான் சார். നിങ്ങളോட പുസ്തകം താ സാർ. ഞാനൊരിക്കലും ഇങ്ങനൊരു കാര്യം ചിന്തിച്ചിട്ടേ ഇല്ലായിരുന്നു. പക്ഷെ എനിക്ക് വേണ്ടി ഇത് നിത്യ ചിന്തിച്ചു. ഇയാൾ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ ഏതെങ്കിലും മേശയുടെ അവിടെ പൊടി പിടിച്ച് കിടക്കുമായിരുന്നു.